ഇന്ത്യയിലെ സഭ ഭയത്തിലല്ല, മറിച്ച് യേശുക്രിസ്തുവിൽ വേരൂന്നിയ പ്രത്യാശയിലാണ് മുന്നോട്ടു നീങ്ങുന്നതെന്ന് CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ഫെബ്രുവരി 4-ന് ബംഗളൂരുവിലെ സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച ഭാരതത്തിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 37ാമത് ജനറൽ ബോഡി യോഗത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ സുവിശേഷ ദർശനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നവയാണെന്ന് അദ്ദേഹം സമ്മേളനത്തിൽ ഓർമ്മിപ്പിച്ചു. നിലവിലെ വെല്ലുവിളികൾക്കിടയിലും ഭരണഘടനാ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കുവാൻ സഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സിനഡാലിറ്റിയെക്കുറിച്ച് പങ്കുവച്ച അദ്ദേഹം ജാതി വിവേചനം, സ്ത്രീകളുടെയും യുവാക്കളുടെയും അരികുവൽക്കരണം തുടങ്ങിയ വെല്ലുവിളികളെ നേരിടുവാൻ സഭ സന്നദ്ധമാകണമെന്നും ഓർമ്മപ്പെടുത്തി. സാമൂഹിക ധ്രുവീകരണം, തെറ്റായ പ്രചാരണങ്ങൾ, കത്തോലിക്ക സമൂഹത്തിനെതിരെയുള്ള അതിക്രമങ്ങൾ എന്നിവയിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള സാങ്കേതിക വിദ്യകൾ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഇന്ത്യയിലെ സഭയുടെ ജീവിതത്തെയും ദൗത്യത്തെയും കുറിച്ച് പരാമർശിക്കവേ ലത്തീൻ, സിറോ മലബാർ, സിറോ മലങ്കര സഭകളിലെ 174 രൂപതകളിൽ ഉടനീളം CBCIയുടെ സാന്നിധ്യം മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് എടുത്തു പറഞ്ഞു. എണ്ണത്തിൽ ഒരു ന്യൂനപക്ഷമാണെങ്കിലും വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, സാമൂഹിക സേവനം, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളൽ എന്നിവയിൽ കത്തോലിക്ക സഭ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും രാജ്യത്തിന്റെ ധാർമ്മികവും സാമൂഹികവുമായ ഘടനയ്ക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ദീർഘകാലമായി നിലനിൽക്കുന്ന ഭരണപരവും നിയമപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കൽ, നിയമപിന്തുണയ്ക്കും മാധ്യമ ഇടപെടലിനുമുള്ള ദേശീയ ഘടനകളെ ശക്തിപ്പെടുത്തൽ, പ്രദേശങ്ങൾക്കും കമ്മീഷനുകൾക്കും ഇടയിൽ മെച്ചപ്പെട്ട ഏകോപനം, സോളാർ സ്ഥാപിക്കൽ പോലുള്ള പാരിസ്ഥിതിക സംരംഭങ്ങൾ എന്നിവയിൽ ഉൾപ്പെടെ കഴിഞ്ഞ 2 വർഷമായി CBCIയിലെ പ്രധാന സംഭവ വികാസങ്ങൾ ആർച്ച് ബിഷപ്പ് വിശദീകരിച്ചു. അതേസമയം ലിയോ 14 മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ഔദ്യോഗികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും സഭയും സർക്കാരും ഇതിനായി സഹകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. ക്രിസ്തുവിൽ വേരൂന്നിയ ഭരണഘടനയോട് വിശ്വസ്തമായൊരു സഭയായി ഭാരതത്തിൽ സാക്ഷ്യം നൽകുവാൻ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ആഹ്വാനം ചെയ്തു. ഫെബ്രുവരി 10 വരെ നീണ്ടുനിൽക്കുന്ന ഈ യോഗത്തിൽ ഭാരതത്തിലെ 174 രൂപതകളിൽ നിന്നുള്ള ബിഷപ്പുമാർ പങ്കെടുക്കുന്നുണ്ട്.